ഇന്നലെ വനം മന്ത്രി AK ശശീന്ദ്രൻ വയനാട്ടിൽ ദാരുണമായ ഒരു ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞത് കാട്ടിലേക്ക് പോകുന്നത് എന്ത് തരത്തിലൊക്കെ ആയിരിക്കും എന്ന് നമുക്കറിയാമല്ലോ എന്നാണ്. കാട്ടിലേക്ക് പോകുന്നത് എന്ത് തരത്തിലാണ്? വനവിഭവങ്ങൾ ശേഖരിച്ചാണ് ആദിവാസികൾ ജീവിക്കുന്നത്. അവർ അതിന് പോകുന്നുണ്ടാവും. ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം മരിച്ച ബാലകൃഷ്ണൻ കുഞ്ഞുങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരു തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് നടന്നു പോകുന്നതിനിടയ്ക്കാണ് ജനവാസ മേഖലയിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്. ഇന്നിപ്പോ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടത് അട്ടമലയിൽ നിന്ന് അതുപോലെ അട്ടമലയിലേക്ക് പോകുമ്പോഴാണ്. ഇങ്ങനെ മനുഷ്യർ അവരുടെ വാസസ്ഥലത്ത് ഇതുപോലെ കൊല്ലപ്പെടുകയും അവരെ പരിഹസിക്കുകയും കൂടി വേണോ? സർക്കാർ അത്രയും ഇൻസെൻസിറ്റീവ് ആവണോ? ഇതില് നമ്മളിപ്പോൾ വനം മന്ത്രിയെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നിങ്ങളത് ചർച്ച ചെയ്യുന്നതിൽ വേറെ തർക്കമൊന്നുമില്ല. യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇങ്ങനെ മനുഷ്യരെ ആക്രമിക്കുന്ന കടുവയായാലും സിംഹമായാലും ആനയായാലും അതിനെ കൊല്ലാൻ അധികാരം കൊടുക്കണം. അതല്ലാതെ എങ്ങനെയാണ് ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുക? അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള നിയമങ്ങളിൽ, വനസംരക്ഷണ നിയമങ്ങളിൽ അതിന് വകുപ്പുണ്ട്. ഇപ്പോൾ കള്ളിങ്, വന്യജീവികളുടെ എണ്ണം കണ്ടമാനം പെരുകിയിരിക്കുന്നു. നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ കടുവകൾ, എത്രയോ കാട്ടുപന്നികൾ, അതുപോലെ എത്രയോ ആനകൾ, ഇവയെല്ലാം ഉണ്ടായിരിക്കുകയാണ്. ഈ വലിയ നിലക്ക് കാട്ടുമൃഗങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് അവയെ കള്ളിങ് നടത്താൻ രാജ്യത്തിലെ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. എല്ലാ രാജ്യത്തും അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ വനം സംരക്ഷണ നിയമത്തിനകത്ത്, ഈ പറയുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് അങ്ങനെ ഒരു വ്യവസ്ഥയേ ഇല്ല. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വനത്തിനകത്ത് അവർക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥയില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. ലോകത്തെവിടെയും വനത്തിനകത്ത് ജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ, വെള്ളം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, ചില സമയങ്ങളിൽ ഹെലികോപ്റ്റർ പോയിട്ട് ഭക്ഷണം കൊടുക്കാനെല്ലാം നിയമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതിന് നിയമമില്ല. ഈ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാമല്ലോ, രാജ്യം ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർന്നതാണ്. ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന ജീവികളെ ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിച്ച് അതിനെ കൊല്ലാൻ അധികാരം കൊടുക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അത് നിർണ്ണയിക്കാൻ വേണ്ടി കഴിയണം, അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് തീരുമാനിക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ അങ്ങനെ ഒരു അധികാരമേ ആർക്കുമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഈ പറയുന്ന കൃഷിക്കാരന്റെ ജീവൻ യഥാർത്ഥത്തിൽ അവൻ കൈവെള്ളയിൽ എടുത്ത് നടക്കുകയാണ്. കഴിയുന്നില്ല. ഉത്തരവാദി എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ പറഞ്ഞ 2 കാര്യം ഞാൻ അംഗീകരിച്ചു. ഒന്ന്, വനത്തിലെ ആവാസ വ്യവസ്ഥ തകർന്നത് കൊണ്ടാണ് മൃഗങ്ങൾ പുറത്തേക്കിറക്കുന്നത്. 2, 1972 കേന്ദ്ര നിയമം അനുസരിച്ചാണ് ഈ മൃഗങ്ങളെ കൊല്ലുന്നതും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ. അതിൽ സംസ്ഥാന സർക്കാരിന്റെ റോളില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വനം വകുപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്താം. വെറും ഏറുപടക്കം 2 ഓലപ്പടക്കം മാത്രം പിടിച്ചു നിൽക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാണ്? ആവർത്തിച്ച് വന്യമൃഗ ആക്രമണം ഉണ്ടാവുന്ന അതേ സ്ഥലത്താണ് ഇവിടെ മനുഷ്യർ കൊല്ലപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ അവിടെ പെരുവന്താനത്ത് ഒരു മധ്യവയസ്ക കൊല്ലപ്പെട്ടില്ലേ? അവർ വന്യജീവി ശല്യത്തെക്കുറിച്ച് നിരന്തരം വനം മന്ത്രിയോട് നേരിട്ട് പരാതി പറഞ്ഞ് വനം മന്ത്രി തോളിൽ തട്ടി ഒരു കുഴപ്പമില്ല, ഞങ്ങൾ രക്ഷിച്ചോളാമെന്ന് ആശ്വസിപ്പിച്ച വ്യക്തിയാണ്. ആവർത്തിച്ചുള്ള വന്യമൃഗ ആക്രമണങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണമായിട്ട് മരിച്ചത്. അപ്പോൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്ന പ്രാഥമിക ബാധ്യത സർക്കാരിലുണ്ട്. എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇവിടെ നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നുക ഈ പറയുന്ന കടുവയെയോ ആനയോ ഒക്കെ തന്നെ മന്ത്രി അങ്ങ് പോയിട്ട് പിടിക്കണം എന്നാണ്. ഇവിടെ വയനാട്ടിൽ ഈ കേരളത്തിൽ ഏറ്റവും ഏറെ വന്യജീവികൾ നടക്കുന്ന സ്ഥലം വയനാടാണ്. വയനാട്ടിൽ ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിനപ്പുറം എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക? അപ്പം ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തെവിടെയും കടുവകളെ പിടിച്ച് പാർപ്പിക്കാൻ എന്തെങ്കിലും സംവിധാനമില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമൽ ഹോസ്പൈസ് സെൻറ്റർ ഇവിടെ വയനാട്ടിൽ സ്ഥാപിച്ച് അവിടെ 7 കടുവകൾ ഇപ്പോൾ നിൽക്കുകയാണ്, പിടിച്ചിരിക്കുന്ന കടുവകൾ. അതുപോലെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 609 കിലോമീറ്റർ സൗരോർജ്ജ വേലിയുടെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഏത് പ്രദേശത്തും ഇത് ഒരു ദേശീയ ദുരന്തമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നേരിടുന്നതിന് വേണ്ടിയിട്ട് റാപ്പിഡ് ആക്ഷൻ ടീമുകൾ, RRTകൾ ഈ കേരളത്തിലാകെ വിന്യസിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിലും ഇത് പരിശോധിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആന മുതൽ തോൽപ്പെട്ടി, കുറിച്യാട്, സുൽത്താൻ ബത്തേരി അവിടെയെല്ലാം തന്നെ ആന പ്രതിരോധ മതിലുണ്ടാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 40.9 കിലോമീറ്റർ ആന പ്രതിരോധ കിടക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. 10 കിലോമീറ്റർ നേരത്തെ റെയിൽ ഫെൻസിങ് വയനാട് ഉണ്ടാക്കിയിട്ടുണ്ട്. 1.2 കിലോമീറ്റർ ക്രാഷ് റോഡ് ഫെൻസിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. 500 ബീറ്റ് പോലീസ് ഫോറസ്റ്റ് ഓഫീസർമാരെ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. PSC വഴി വയനാട് ജില്ലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് 600 കോടിയുടെ പദ്ധതി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. 620 കോടിയുടെ പദ്ധതി വയനാടിന് വേണ്ടി മാത്രമാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ കേന്ദ്രം സന്നദ്ധമായിട്ടില്ല. നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി, ഈ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ളതിലേക്ക് വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് മാത്രം പരിശോധിക്കാൻ ഇപ്പോൾ ഉണ്ട്. ഇതുപോലെ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഗവൺമെന്റിന്റെ വിശദീകരണം.